നമ്മളെ ഫാമിലി ഏറ്റവും ചെറിയ മെമ്പർ. ഇതിനിങ്ങനെ കൊണ്ടുവന്നിക്കണേ പച്ചൂനെ അതിന് പാല് കൊടുക്കാനോ? പാല് കൊടുത്തിക്കണോ? പാലിന്റെ വലിപ്പോ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഗൈസ്. ഞങ്ങൾ ഈ രാത്രി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പുറത്തേക്ക് എന്തിനാ ഇറങ്ങി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ പെരീക്ക് ഗൈസ് പുതിയൊരു മെമ്പർ വരാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ഓനെ ഒരു കുഞ്ഞു മെമ്പറാട്ടോ, ഭയങ്കര ചെറിയൊരു മെമ്പറാണ്. ഒരു 10 നമുക്ക് ഏകദേശം ഒരു എത്ര വയസ്സുള്ളപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടായിനി ചെറുപ്പം തൊട്ട് ഏകദേശം ഒരു ഇവന്റെ പ്രായം. ഞങ്ങൾ ഏകദേശം ഇവന്റെ പ്രായത്തില്ല. എനിക്ക് എത്ര വയസ്സായി? നമുക്ക് 10 11 പിന്നെ ചെറുപ്പത്തിൽ നമ്മളിപ്പോ ഉണ്ടാവും ഗൈസ്. ഏകദേശം ഒരു ഞങ്ങൾ 5ാം ക്ലാസ് പഠിക്കുന്ന ടൈം ഓൻ വിളിക്കുന്നുണ്ട്. ഹലോ, ഞങ്ങളിതാ റോട്ടിലുണ്ടല്ലോ. ഇജാണിപ്പോ ഞങ്ങളെ മുമ്പ് കൂടെ ഇപ്പൊ പോയി തോന്നേ ഒരു സ്കൂട്ടിമേ. അന്ന് അങ്ങോട്ടെ ബാക്കിൽ വാ, ഞങ്ങൾ ബാക്കിലുണ്ട്. എന്റെ ആണോ? എന്നാ വരുന്നത്. ഓക്കെ ഗൈസ്. അപ്പോൾ പണ്ട് ചെറുപ്പത്തിൽ നമ്മളടുത്ത് ഉണ്ടായ ആളാണ്. പിന്നെ ഞങ്ങൾ അതിനെ കുറേ തപ്പി, ഒരുപാട് ഗൈസ് കുറേ ആൾക്കാർ ചോദിച്ചു നമുക്ക് കിട്ടിയിട്ടില്ല. ഇന്ന് അതിനെ നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അതിന്റെ സന്തോഷത്തിലാണ് ഞാനും റിതുവും അല്ലേ. ഞങ്ങളല്ല ഇവൻ അതിന് കൊണ്ടുവന്നിക്കല്ലേ ഗൈസ്. ഇപ്പൊ നമ്മളെ പരിക്ക് നിക്കാൻ വന്നത് തന്നെ ഉണ്ടല്ലോ. രാത്രി എങ്ങോട്ടെങ്കിലും പുറത്തേക്കൊക്കെ ഇറങ്ങാൻ വിചാരിച്ചിട്ടാണ്. ഓൻ എത്തിയിട്ട് നമ്മൾ കഴിച്ച് അവനെ ഇതുവരെ പുറത്തേക്കൊന്നും കൊണ്ടുപോയിട്ടില്ല. അപ്പൊ എന്തായാലും ഇതിന് വാങ്ങാൻ വേണ്ടി നിലമ്പൂരേറ്റം വരണല്ലോ. അപ്പൊ നമ്മളോട് കൊണ്ടുവന്നു പോലെ ഇവനെയും പൊറക്കാനാണ് പോകുന്നു. ഇതോ എന്താ പറയല്ലേ, പുതിയ അതിഥി വരികയാണല്ലേ. അപ്പൊ അവനെ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ പോകുകയാണ് ഗൈസ് അല്ലേ. ഇമ്മാക്കും ഉമ്മാക്കും അറിയില്ല, എന്നാലും ഒരു സാധനം വരുന്നുണ്ടെന്ന് അറിയാം. എപ്പോഴാണ് എപ്പോ എവിടെ വെച്ചൊന്നും അറിയില്ല. എന്തായാലും ഗൈസ് നമുക്ക് ഓനെയും കൊണ്ടിട്ട് നേരെ ആദ്യം ഓൻ എടുക്കാൻ പോട്ടെ. പോവാ, വണ്ടി എടുത്തോ ഗൈസ്. എന്നാ വണ്ടി എടുത്തോ. ഇനി ഗൈസ് ഞങ്ങൾ നേരെ ഓൻ്റെ അടുത്തേക്ക് പോട്ടെ. ഓൻ്റെ അടുത്ത് ചെന്നിട്ട് ആളെയും പൊറിക്കാണ്. നേരെ നമുക്ക് പെരി ചെന്നിട്ട് ഉമ്മാക്കും വലിയമാക്കും നമുക്ക് സർപ്രൈസ് കൊടുക്കാം അല്ലേ. ഓക്കെ ഗൈസ്, നമ്മൾ എന്തായാലും നേരെ പോയോട്ടെ. ഓൻ പറഞ്ഞ റോട്ടിൽ തന്നെ ഉണ്ട് പറഞ്ഞത്. അങ്ങനെ ഗൈസ് ഞങ്ങളുടെ സ്ഥലത്ത് വന്ന് എത്തിയിരിക്കുന്നു അല്ലേ. അതെ ഗൈസ്, ഇതാണ് നമുക്ക് തരാൻ പോണ ആള്. ഇവൻ ഞങ്ങൾക്ക് അറിയാതെ പറയാ ഗൈസ്. അറിയാക്കൂല ഗൈസ്, നമ്മളെ പാർട്ണറാണ്. ഇല്ല നിങ്ങളെ കാട്ടൂല. പോരി നിങ്ങൾ ഇറങ്ങി പോരി. സാധനത്തിന് കൊണ്ടുവരുന്നുണ്ട്. ബേക്കിൽ എന്താ പടക്കോ? ആരാണ്? നമ്മള് വന്നോണ്ടാ വാങ്ങണ കാര്യം ആർക്കും അറിഞ്ഞു തോന്നുന്നുണ്ട്. പടക്കം പിടിച്ചിട്ടുണ്ട്. എവിടെ എടുക്കൂ. ഒന്നാണ് നിങ്ങൾക്ക് അവകാശം. അണ്ണാൻകുട്ടിയാണ്. ഞാൻ പറഞ്ഞില്ല എത്ര കാലത്തെ കാത്തിരിപ്പ് അറിയോ. തെങ്ങ് കയറ്റക്കാരോടും എല്ലാരും പെരിയ തെങ്ങ് കയറുമ്പോ വരുമ്പോ പറയും നിങ്ങൾക്ക് ഒന്നിനെ കിട്ടാണെങ്കിൽ തരണം കേട്ടോ. അപ്പൊ മൂപ്പരാൻ പറഞ്ഞതറിയോ 6 ആൾക്കാർ ബുക്കറാണ് കഴിഞ്ഞിട്ട്. റയർ സാധനല്ലേ കിട്ടാല്ലേ. കഴിഞ്ഞാണ്ടല്ലോ മെസ്സേജ് അത് ഞാൻ ആ കൂട്ടിയാണ്. എന്ത് ചെയ്യാനാ, ഞാൻ പറഞ്ഞില്ലേ ചെറിയ അതിഥിയാണ്. എന്താ ലുക്കൊക്കെ കാണാൻ. നിങ്ങളുടെ ഏതില് എവിടെ നിങ്ങളത് ഏതാണ്? അതാണ് ആണും പെണ്ണും നോക്കി നീജി എനിക്കറിയോ. ആണോ? എന്താടാ സംഭവം അടിപൊളി കുട്ടി. എങ്ങനെയുണ്ടോ ചങ്ങായി? ഇത് വേറെ സംഭവം ഉണ്ട്. എന്താ ഇത്? ഒരു കടയൊക്കെ പഴം കൊണ്ടുവരില്ലേ തമിഴ്നാട്ടിന്ന്, അങ്ങനെ കൊണ്ടുവരുമ്പോ അതിൽ പെട്ടു പോരുന്നാണ് ഈറ്റങ്ങള്. അല്ലാതെ നമ്മളെ നാട്ടിൽ നിന്നത് ഇത് ഇമ്പോർട്ടന്റ് സാധനമാണ്. തമിഴ്നാട്ടിലാണ് സാധനം. തമിഴ്നാട്ടിൽ എങ്ങനെ കേറി പറ്റിയത്? കൊടുക്കണത് തമിഴ്നാട് നിന്നാണ്. മിൽക്ക് ഇതാക്കണോട് പറഞ്ഞാണ്. അപ്പൊ അവിടെ ഇഷ്ടം പോലെ ഉണ്ടാവലുണ്ട് ഇതേപോലെ. പണ്ട് ഞങ്ങളെ പറഞ്ഞു കേട്ടോ. പണ്ട് ഇഷ്ടം പോലെ ഉണ്ടായി. ഇപ്പൊ ഇതിനെ കിട്ടാല്ലേ സംഭവം. അത് തമിഴ്നാടൊക്കെ ആവണ്ടോ ഇത്രയും സാധനം വരുന്നത്. അവിടെ ഇങ്ങനെ ആൾക്കാർ വന്ന് എടുത്തുണ്ടാവുമല്ലോ. ആണോ? ചേട്ടാ പറഞ്ഞുതരാ. ഇതിനെ മുന്നേ ഞങ്ങൾക്ക് തന്നിട്ട് 2 കുട്ടികളെ രോമൊന്നും വന്നിട്ടില്ല. വളർത്തി വലുതാക്കിയപ്പോ എലിക്കുട്ടികള് മുന്ന ചാമ്പി അണ്ണാൻകുട്ടി തിന്ന് വളർത്തി എല്ലായിടത്തും വളർത്തി അതൊന്നും ആലോചിക്ക. പാല് ഇതൊക്കെ കൊടുത്ത് വളർത്തി വലുതാക്കിട്ട് അവസാനം എലി. ഉസാറാണ്. കുറച്ചുകൂടി വലുതായാലും രോമൊക്കെ വരുള്ളൂ പറഞ്ഞോ. മോനെ സങ്കടം ഉണ്ടോ ഇത് പോണീന്? ഓനാണോ വളർത്തുന്നത്? ആണോ? ഒന്നിനെ ഞങ്ങൾ കൊണ്ടുപോയടാ. ഒന്നില്ല എനിക്ക് അല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ടു എടുത്തോ. ചെറിയ സോപ്പും പെട്ടി എന്തെങ്കിലും ഉണ്ടോ?
കൊണ്ടുപോകാൻ അപ്പൊ കൊടുന്ന പെട്ടിയില്ലേ ഒരു കുഞ്ഞി പെട്ടി. കുഞ്ഞിപ്പെട്ടി എന്തെങ്കിലും ഉണ്ടോ? നമ്മളാണ് കൊണ്ടുവന്നില്ല. കൊണ്ടൊന്നുമില്ല ആ ഒരു ബെത്തപ്പാടിലേ. എന്താ പറയാല്ലേ, എന്താ ഒരു അണ്ണനായിട്ട് സന്തോഷത്തിലാണല്ലേ? തമിഴ്നാട് അണ്ണ. തമിഴ്നാട് അണ്ണാൻകുട്ടിയില്ലേ? തമിഴണ്ണൻ. ഞങ്ങൾ ഇനി ഇവനെ ചെറുക്കനെ പൊറിക്കാണ്ട് കൊണ്ടുപോകാൻ നോക്കട്ടെ. ഇവിടെ ചെകിരിക്കൂടിന്റെ ഉള്ളിലാണ്. അവിടെ ഇരുന്നോട്ടെ ഗൈസ്. പിന്നെ കുട്ടിയല്ലേ അവിടെ എത്തണ വരെ നമുക്ക് എന്താക്കാം. പിന്നെ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ നമുക്ക് പോക്കറ്റിലൊക്കെ ഇട്ട് കൊണ്ടുപോവാം. പരീക്ഷക്കൊക്കെ പോകുമ്പോ ഞങ്ങളെ പോക്കറ്റിലുണ്ടാവും. സ്കൂളിലേക്ക് ചെന്ന് കോമഡിയാണ്. ടീച്ചർമാരെ മേത്താക്കരുത് പരീക്ഷ എഴുതുമ്പോ. ഫുള്ള് സപ്പോർട്ട്. എന്റെ കയ്യിലുണ്ടാവും ഒരു പാലും കുപ്പി ഉണ്ടാവും. പശുക്കുപ്പിയില് പാല് നിറക്കും. എന്നിട്ട് ഈ പോക്കറ്റിൽ അണ്ണാനും ഉണ്ടാവും. ഹോസ്റ്റലിൽ പഠിച്ചു എന്നിട്ട് പാലോടുന്ന എടുക്കാം. നാടന്മാരാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ എന്തോ അതെ ഞങ്ങള് പാലോടുന്ന എടുക്കാം. അപ്പുറത്തെ തോട്ടത്തിൽ ഏതെങ്കിലും ആടിനെ തീറ്റാൻ വരും ആൾക്കാർ. എന്നിട്ട് അതിന് കറക്കൂടാ. ഞാൻ ഹോസ്റ്റലിൽ പഠിച്ചുമ്പോ അവിടെ തോട്ടത്തിലൊക്കെ വരും. അങ്ങനെയൊക്കെ ഞങ്ങൾ ജീവിച്ചിക്കണ കേസ്. പൈച്ചിട്ടൊക്കെ ഞങ്ങക്ക് ഇറച്ചി കണ്ടെങ്കിലേ കിട്ടില്ല ഇത്ര പോലെ കണ്ണുറക്കാത്തൊക്കെ. ഇത് കറക്റ്റ് ടൈമിലാണ് കിട്ടി തോന്നുന്നുണ്ട്. നല്ല ടൈമാണ്. വലിയ കുഴപ്പമില്ല. കാണാൻ കാണിച്ചെടുക്കാനും നൈസാണ്. അതല്ലടാ പെരിയില് പൂച്ച ഉണ്ട്. അതിനെ എന്തേലും കാട്ടണം. അതിന് വേഗം ചെറുതാ നോക്കട്ടെ. നമ്മളെ കരിനെ കഴിച്ച് നമ്മള് പേടിച്ച. അതെ കരി ഇങ്ങനെ നിക്കണെന്ന് ആള് പാവാണ്. പക്ഷെ ആളെ ശ്രദ്ധിച്ചാണെന്നുണ്ടെങ്കിൽ ആ കടയിൽ പോയിട്ട് ആ പെട്ടി വാങ്ങിക്കൊണ്ടിരാം. ആണോ നോക്കട്ടെ. ഈ ചെരുപ്പും പെട്ടിയൊക്കെ ചെറിയത് അതിന് നോക്കി വെക്കുന്ന നോക്കട്ടെ പെട്ടി. ഒരു ചെറിയൊരു പെട്ടി കൂടെ എന്തെങ്കിലും ഒക്കെ നോക്കി നോക്കട്ടെ. ഇതിനൊക്കെ ഉണ്ടാവാൻ വേണ്ടിട്ട്. അപ്പൊ ഇനി പോയിട്ട് വരാം. വണ്ടി എടുക്കട്ടോ. ഓ ഏറ്റു ചെറുക്കനെടുത്തിട്ട് നേരെ പെരി പോട്ടെ. പെരി ചെന്നിട്ട് മകം വലിയമാക്ക് കാടി കൊടുക്കട്ടെ. എന്താണെന്ന് ഒരു പറയണ നോക്കട്ടെ. പോയോക്കട്ടെ ഇനി പോലെ. അത് കഴിച്ച് നമ്മൾ ഇറങ്ങി നോക്കട്ടെ. ഓക്കെ നമ്മൾ പോന്നോണ്ടിരിക്കുമ്പോ വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് ഒരു കടയിൽ നിർത്തിയാണ്. നമ്മളെ ചെങ്ങായി കൊണ്ടുവന്നത്. കയ്യിൽ ഏർത്തുകൾ നോക്കി നിങ്ങള് കുടിച്ചിട്ടില്ലേ? ഉറങ്ങാണ്. കടന്നോട്ടെ. എന്താ കുടിച്ചാണെന്ന് വേണ്ടി എനിക്ക് എന്നല്ല പറ. ഞാൻ പറയാ അല്ലേ ഒന്നും വാങ്ങലുണ്ടാവില്ല. എടാ മുട്ട വാങ്ങ. ജിമ്മ് പോണല്ലേ? ഞാൻ ജിമ്മിൽ മുട്ടൊക്കെ അവിടെ പൊയിങ്ങണ്ടേ? അവിടെ ഉണ്ട് ഗൈസ്. മുട്ട അവിടെ അതിൻ്റെ ഉള്ളിലുണ്ട്. മൂന്ന് മുട്ടയും രണ്ട് മുട്ടയും ഒരു കോളിഫ്ലവർ അല്ലേ? നമ്മളവിടെ ഒഴിഞ്ഞ് ചായ കുടിക്കാം അല്ലേ? എന്താ പറയുന്ന അളിയോ? കടക്കുണ്ടോ? നൈറ്റ് എനിക്ക് ചായ കിട്ടിയില്ലാന്ന് പറഞ്ഞിട്ടോ. പുറത്ത് കിടക്കിയില്ലാന്ന് പറയുന്നത്. ആ പറച്ചിലില്ലാക്കാനാണ് ഇപ്പൊ എന്നൊക്കെ ചാടിച്ചാൽ പോണതാണ്. ഈ എന്താ കടത്തൊന്നു കഴിച്ചു കുട്ടിയാള് മറ്റേ കൈമ കടന്നിറങ്ങണെങ്കില് ഇവന്റെ ലൈഫാണ് കഴിച്ചത്. പൊന്നു പോലെ നോക്കും. ഇനിയിപ്പോ കഴിച്ചാൽ നമുക്ക് മെഡിക്കൽ സ്റ്റോർ അല്ലേ എവിടെ പോയിട്ട് പശുക്കുപ്പി വാങ്ങാം. ഒരു പശുക്കുപ്പി വേണം. എന്നിട്ട് അതില് പാല് കൊടുക്കാൻ വേണ്ടിട്ടാ. പശുക്കുപ്പി വാങ്ങി അതിന്റെ പശ നമ്മള് കളഞ്ഞ് മൊത്തം കേക്ക് വൃത്തിയാക്കി വാങ്ങണം. അതായത് പാൽപ്പൊടി ഇല്ലേ അത് വാങ്ങിയിട്ട് ചൂട് വെള്ളത്തിലാക്കിയിട്ട് കലർത്തിയിട്ട് കൊടുക്കണം. പൈച്ചിക്കണ് തോന്നല്ല. നേരത്തെ പാല് കൊടുത്തിട്ടല്ലേ പറഞ്ഞേ? നക്കണാക്കണ കേസ്. ഉമ്മാന്റെ റിയാക്ഷൻ എന്താവും? പൂച്ചനെയാണ് കേസ് ആകെ പേടിക്കണം. നമ്മളെ കരിനെയാണ് പേടിക്കേണ്ടത്. വേറൊരു പ്രശ്നമല്ല. കാട്ടണം. അതിനും ആണോ ഇതിന് ചോദിച്ചു നോക്കണം. നോക്കട്ടെ. അല്ലേ പിന്നെ അത്രക്കും നോക്കി നടത്തേണ്ടി വരും. വലുതേ കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമല്ലാതെ തോന്നണില്ലേ? എന്തായാലും ഗൈസ് നോക്കട്ടെ. ഇനി ഇവിടുന്ന് ചാടിച്ചിട്ട് നേരെ പോയോക്കല്ലടാ. ഓക്കേ ഞങ്ങൾ ഗൈസ് ഇവിടെ പെരിയിൽ വന്ന് കയറി ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പത്തിനാക്കണ ഇവിടെ ഞങ്ങൾക്ക് കൂട്ടുകാരനെ കിട്ടിക്കണം. മുന്നാ റസൽ എന്റെ കാര്യം ഞങ്ങളൊന്ന് പറഞ്ഞു വ്ളോഗില്. സർപ്രൈസ് ഒന്നുമല്ല. എന്താ വീഡിയോ എന്താ പറഞ്ഞ എന്നെ ഒന്ന് പുകയത്തി പറഞ്ഞാണ്. കമന്റിൽ മൊത്തം ആ പെണ്ണ് തപ്പിട്ട് കിട്ടാത്ത സത്യല്ലേ? ട്രൈ ആക്കിയിട്ടില്ല. അതെ 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 അങ്ങനെയല്ല ഗൈസ് ഓൻ പറഞ്ഞത്. അതെ 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 നിങ്ങൾ അങ്ങനെ ആക്കി എടുക്കാൻ. പശുക്കുപ്പി അടേ പശുക്കുപ്പിന്റെ പോക്കലുണ്ട് കണ്ടില്ലേ ഗൈസ്? നമ്മള് പാല് കൊടുക്കാൻ പോണത് പശുക്കുപ്പി. ഇതാണ് ഗൈസ് നമ്മള് പാല് കൊടുക്കണേ. ഇതല്ലേ ഇത് മലയണ്ണാന് ഫോറസ്റ്റുകാർ കൊണ്ടുപോകുന്നുണ്ടല്ലേ. പേരാണ് മല കേട്ടോ.
ഇങ്ങോട്ട് ബേരി വന്നു എവിടെ മോണ്ടനോടെ എജ്ജ അവിടെ എത്തിയോ അന്നെ തപ്പണം ഉമ്മ അപ്പുറത്ത് കൂടെ ഉള്ളിലേക്ക് കയറി അതിനെയാണ് കഴിച്ച് നമുക്ക് ഒന്നാമത് പേടിക്കാനുള്ളത് ആ സാധനത്തിന് കരിക്കൂട്ടം കരിനെയാണ് കഴിച്ച് നമുക്ക് പേടിക്കാനുള്ളത് അത് മുന്നേ വാ പുറത്തേക്കത് വാ വാ പോണ്ടോക്കാ ഓൻ വരെ ആ ഓൻ വരെ അമ്മ വന്നോനി എന്നാ തമ്പുരാനെ ഇതിനെങ്ങനെ കൊണ്ടുവന്നിക്കണേ പച്ചൂനെ അതിന് പാല് കൊടുക്കാനോ പാല് കൊടുത്തിക്കണോ ഇതിന്റെ പാലിന്റെ വലിപ്പോ അച്ഛ തമ്പുരാ ഉമ്മക്ക് ഓർമ്മ പണ്ട് നമ്മളെത്തുണ്ടായത് തമ്പുരാനെ അങ്ങനെ ആ കടമ്പാണ് കഴിഞ്ഞില്ലടാ ഉമ്മാനെ ഏൽപ്പിച്ചിട്ട് കത്തന വേണം വിചാരിച്ചു ഇപ്പൊ ഇതിനെ കിട്ടിയല്ലോ അണ്ണാനും മാതിയുടെ കാര്യം ഇതിനെക്കാട്ടി വലിപ്പം വെക്കാൻ പോവാ പാല്. അപ്പൊ ഇവനോ മണം കിട്ടിക്കണോ വേണ്ട ഓനൊന്നും ടാട്ടണ്ട കരിക്ക് കിട്ടും ഓനൊന്ന് കാട്ടി കൊടുത്തു നോക്കിയാ ജസ്റ്റ് കടിക്കരിക്കില്ല ഒറ്റ കടിക്കൊള്ളി അങ്ങനെ കൂടില്ലേ ഞാൻ അതിന്റെ മുകളിൽ കൂടെ നിൽക്കണല്ലോ കൂടെ ചാടോ എന്നാ ഇബനെ കൂട്ടില്ലടാ ഇബനെ കരിനെ അതല്ല നല്ലത് ആ പിൻ അങ്ങനെയാണോ അതല്ല നല്ലത് അതല്ല നല്ലത് സ്കൂട്ടിലിട്ടേക്കാ ഇബനെ ഇത് കുറച്ച് വലിപ്പുണ്ടല്ലേ ഇതില് ഇത് ഞാൻ പണ്ട് ലവ് ബേർഡ്സിന്റെ രാത്രി പാല് കൊടുക്കണ്ടതിനെ ആ പാലുണ്ടോ അത് അതിനാണ് ഇത് വാങ്ങിക്കണേ അങ്ങനെ പാൽപ്പൊടി ഒക്കെ വാങ്ങിക്കണേ പശല്ലേ അപ്പൊ ആ പശ നമ്മളത് ഒഴിവാക്കും വേറെ പാത്രത്തിലാക്കും നല്ലോ സോപ്പിട്ട് കേൾക്കണം കൊടലൊട്ടി പിടിച്ചില്ലേ എടാ സിറിഞ്ച് ഉണ്ട് കുഞ്ഞി സിറിഞ്ച് ആണോ ആ ഇവിടെ കുഞ്ഞ് സിറിഞ്ച് ഉണ്ടായില്ലോ കുഞ്ഞ് സിറിഞ്ച് ഏതറിയാം ഞാൻ കാട്ടിത്തരാം ഇവിടെ ഉണ്ട് ഇതിലുണ്ട് ഇതിലാണ് ഈ സിറിഞ്ചൊക്കെ എടുത്തേക്കല് ഉമ്മച്ചി ഇതില് എവിടെ ഇതില് കാണാനല്ലോ അമ്മ അത് വലിയ സിറിഞ്ചാ ചെറുതുണ്ട് എന്താ പാടി തട്ടി വെക്കല്ലേ ഓ കടക്കി കൊണ്ടേക്കടാ ഒറ്റ പുട്ട് നോക്കി ചെറിയ ചെറുക്കാട്ടോ നോക്കി തൂവല് നമ്മളെ ഫാമിലി ഏറ്റവും ചെറിയ മെമ്പർ ഏറ്റവും ചെറിയ മെമ്പർ ദേഷ്യം പെണ്ണിക്കണ്ടിട്ടാ ഒരു പാല് വണ്ണം വെച്ചു രണ്ടെണ്ണണ്ടായി മറ്റേ ഉപ്പിരി ഒച്ചിമ്പുളി രണ്ടു ഒച്ചിമ്പുളി ഉണ്ടായി എന്നിട്ടെന്താ ഇതിന് പാല് കൊടുത്താണ് ഇപ്പൊ ഞാൻ എന്താക്കി ഇത് വലിയതാവണല്ലേ അത് മാലയണ്ണാന് ഇത് സാധാ മറ്റീനെ കൊണ്ടുവന്ന് ചെയ്യാണ്ടല്ലോ പോലീസുകാർ എടുത്താണ് കൊണ്ടുപോകും ഫോറസ്റ്റുകാര് ഇതിനെ വളർത്താൻ പറ്റുമോ അതൊന്നും കുഴപ്പമില്ല അണ്ണാനെ വളർത്തിന് എന്താ കുഴപ്പം എത്ര ആൾക്കാർ അണ്ണാനെ വളർത്തുന്നുണ്ട് ഒറ്റ തമ്പുരാനേ ഇത് എന്തിനാ വെച്ച് അതിന് കടക്കാനുള്ള കേട്ടോ എന്റെ അപ്പൂന് അതിന്റെ നൂലൊക്കെ ശരിക്കും കളഞ്ഞടാ അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ കുടുങ്ങണ്ട ഇമ്മേ ഉമ്മ പാല് കൊടുക്കൂലേ പാല് കൊടുത്തിട്ട് കടക്കുക ഇപ്പൊ പാല് കൊടുത്തിക്കണേ ഓടും പാല് കൊടുത്തിട്ട് അതിനെടെ പാല് പാൽപ്പൊടി വാങ്ങിക്കണേ നിക്കണേ പാൽപ്പൊടിയോ കൊടുക്കണേ എന്നാ പാല് വാങ്ങാ പാൽപ്പൊടി ഭയങ്കര കട്ടിക്കാരം ലൂസാക്കിയ പോലെ വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കാം ഇത് കടക്കൂടാ ഇഷ്ടപ്പെട്ടു അതൊക്കെ കിടക്കും പക്ഷെ അതിന്റെ ഉള്ളിൽ കാല് അതിന്റെ ഉള്ളിൽ കൂടെ ഇറങ്ങുമെന്ന് വെച്ച് പേടി കാലൊക്കെ പക്കനുണ്ട് പാല് പക്കനുണ്ട് നടക്ക് ആദ്യം കൂടും തട്ടിക്കൂട്ടണ്ടേ ഇതിനെ നിങ്ങളെ കജ്ജു പൂജിയാണ് ഇത് എന്താണ് അവധി എവിടെ ചെറുക്കാം ഉറങ്ങി കജ്ജില് കിടക്കണ നോക്കിയ കൈസ് എടാ മോട്ട ഉറങ്ങണോക്കല വച്ചോനെ കൊടുക്കലോ കുറച്ച് കൊടുക്ക് പക്ഷെ ഇത് ആദ്യം കളയണം അത് ഉറങ്ങിയടാ കജ്ജില് കയ്യില് നല്ല തുണി എത്ര ഇനിയിപ്പോ ഞാനിപ്പോ മറ്റേ ഇത് എടുക്കണോ അത് നല്ല തുണി തന്നെടാ അല്ല നൂലുണ്ടോ നൂലിന്റെ ഉള്ളിൽ കൂടെ ഈ നൂലൊക്കെ എടുക്കടാ പറിച്ചു കളയണടാ അല്ലെ കാലും കൈയൊക്കെ കുടുങ്ങായിട്ടുള്ളത് ഐറ്റങ്ങളല്ല അതിന്റെ എന്നാ വേറെ നല്ല തുണി എടുക്കുമ്പോ അതിന്റെ സീരൊക്കെ എടുക്കും അതിന്റെ ഷർട്ടാടാ എന്റെ തട്ടോ വാങ്ങി ആ തട്ടോ ആട്ടാ ഇറക്കി വെച്ചടാ ഇതോ എങ്ങനെയുണ്ട് അടിപൊളി അടിപൊളിയല്ലേ ആദ്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങിന്റെ സന്തോഷാണ് എനിക്ക് അതിനെന്തേ മാങ്ങ കൊടുത്തോ
ഒരു ലൈമ് ഒരു പപ്സും അതും വെജ് ചിക്കൻ അല്ല വെജ് ആ ഇല്ലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാണല്ലേ ഇത് ചെരിഞ്ഞ് കടന്നു പറഞ്ഞേ ഒരു കമന്റ് ഇട്ടില്ലേ എല്ലാരും മുന്നേ പാവുണ്ട് എന്നൊക്കെ പറയാം അതില് ഒരാൾ റിപ്പോർട്ട് എടുക്കണേ ഇജാളാപ്പെട്ട് ആണോ ഞാൻ കണ്ടില്ല മുന്നേ പാവുണ്ട് ഓർക്ക് നല്ല സ്വഭാവമാണ് റാഹത്ത് ആ കമന്റാണോ അല്ല സുമിയാണ് അല്ല 2-3 ആ അതന്നെ നല്ല റാഹത്തായൊരു ചെക്കനാണ് അതില് കമന്റ് വായിച്ച റിപ്ലൈ ഇത് നീക്കാനാണോ പെണ്ണ് പിന്നെ അടുത്ത ബ്ലോഗില് ഒരാളെ പേര് പറയാൻ പറഞ്ഞിട്ടുണ്ട് ആണോ കൊറേ ആൾക്കാര് പറയുന്നുണ്ട് നാളെണ്ടല്ലോ കുറച്ച് ചകിരി എടുത്തുങ്ങാണ്ടേ ആ ചകിരി വേണം കേട്ടോ വെച്ചുള്ളിൽ കൊടുക്കണം എന്താണ് ഗൈസ് ഒരാളെ പേര് പറയാൻ പറഞ്ഞു വ്ളോഗില് എന്താ പേരെന്താ ജയരാജൻ ജയരാജൻ ഗൈസ് ജയരാജൻ എന്ന് പറഞ്ഞ ഒരാള് നമ്മളെ വ്ളോഗ് കാണുന്നുണ്ട് അപ്പൊ ആൾക്ക് താങ്ക് യു ഗൈസ് താങ്ക് യു അമ്മ രാജേട്ടൻ ആ അതിന്റെ കൂടെ കിടക്കണ്ടല്ലേ രാവിലെ അപ്പു കാണുവോ അപ്പു കാണാൻ പാടില്ല കൊണ്ടുവന്നേച്ചളി അപ്പു കണ്ടു കഴിഞ്ഞാ ഇമ്മാന്റെ റൂമില് അല്ലേ അപ്പു അതിനെന്തായാലും കാട്ടിക്കഴിഞ്ഞാ നാളത്തെ കറി അപ്പു അതെ 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 നാളത്തെ കൂട്ടാൻ അപ്പു ഇത് സാധാരണ അല്ലേ സാധാ നടന്നു തന്നെയാണ് അണ്ണനെ കണ്ടിട്ടില്ല ഇത്രയും കാലത്ത് ഞാൻ പറയാലോ നമ്മളെ നാട്ടിൽ ഞാൻ ഇന്നവരെ അണ്ണനെ കണ്ടിട്ടില്ല ഞങ്ങളെ നാട്ടിലില്ല പണ്ട് കണ്ടിക്കണേ ഇപ്പൊ ഗൈസ് കാണുന്നില്ല ഉമ്മ കാണുന്നുണ്ടോ പക്ഷെ ഇതിലേറെ കളർ ഉണ്ട് ഒരു ഒറ്റ പോലും ഇല്ല ഇതിലേറെ കുറച്ചുകൂടി കട്ടി കളർ ഉണ്ട് ഇത് ഇനി തമിഴ്നാട് ആയതുകൊണ്ടാണോ തമിഴ്നാട്ടിലാണിത് തമിഴ്നാട്ടിലത്തെ അത് വെയിലൊക്കെ കൊണ്ടങ്ങനെ അവിടെ ഭയങ്കര വെയിലല്ലേ അണ്ണാന്റെ ഒച്ച പോലെ നമുക്ക് കേക്കില്ല കേട്ടോ നമ്മളെ നാട്ടില് ഇഷ്ടം പോലെ ഉണ്ട് ആദ്യം കഴിച്ച് ഞങ്ങള് ഇഷ്ടംപോലെ ഇങ്ങനെ പിടിച്ചിനി അണ്ണാ കുട്ടികളെ കെണി വെച്ച് പിടിച്ചിട്ട് ഞാൻ കൊടുത്തില്ലല്ലോ പോന്നാലത്ത് എലിക്കുട്ടി എലിക്കുട്ടിയാണ് അതിന്റെ കാര്യം തന്നെ പറഞ്ഞേ അതിന്റെ പറഞ്ഞേ ഒന്ന് മാത്രമാകുമ്പോ തുണക്കോ? ചടപ്പല്ലേ ആർക്കിടപ്പ് അതിന് അതിനല്ലേ നമ്മള് അതെ ഒന്ന് വിളിക്കണം അപ്പൊ ഓല് എടുത്തു വരുന്നേ അതിനിപ്പോ എവിടെ തൂക്കാന്ന് പറയും ഗൈസ് ചെക്കൻ ഫുൾ ആക്റ്റീവ് ആയിട്ടാണ് നിക്കണത് വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല അവിടെ കടന്നോട്ടെ തുള്ളി മതിയാകും പള്ളറിയാനല്ലേ കുറച്ച് മതി പാല് കുറച്ച് മതി ബാക്കി എനിക്ക് ഒരു ഗ്ലാസ് കളിക്കോളി ബാക്കി ഞാൻ കുടിച്ചോണ്ട് പാല് വാങ്ങാല്ലേ ഇതെവിടെ എവിടെ ഇപ്പൊ തൂക്കുക ഇവിടെ തന്നെ ഇതില്ലയോ കമ്പി ഇപ്പത്തെ മേശന്റെ അടി തൂക്കണോ മേശന്റെ അടിയിലാണ് തൂക്കണേ പിന്നെ എവിടെ തൂക്കണം എവിടെ തൂക്കണ മേശന്റെ അടിയിലല്ല സോറി മേശന്റെ മുകളില് ഇതാണോ തപ്പി കുത്തരുന്നീന് അല്ല ഞാൻ ഉദ്ദേശിച്ച മേശന്റെ മുകളിൽ എന്താ പറയാ പൂച്ച അയിമ ചാടി കയറിട്ട് പിടിച്ചിരുന്ന നാളെ ഞാൻ മറ്റേ തത്തമ്മ അപ്പിടുമല്ലോ ആ നേരെ പ്ലേറ്റ് ചോറ് ചമ്മന്തി അല്ല അതുവരെ പിടിച്ചേക്കും അതൊരു പിടിച്ചു ചോറ് മറ്റേ തത്തേ ലിമോയ് ചമ്മന്തിയാണ് തരും അങ്ങനത്തെ പൂതി തീർന്നില്ല അത് പൂച്ചെല്ലായിടത്ത് നടക്കൂല പിന്നെയും സങ്കടപ്പെടേണ്ടി വരും എന്നെ ഇടക്കിടക്ക് ഇതാവുമ്പോ പിന്നെ ഇതാകുമ്പോ പിന്നെ നേരിട്ട് 4000 ഉറുപ്പിയാണ് പോയത് ഇത് നമുക്ക് ആ പേടിയില്ല ഏയ് അന്റെ ഹെലികോപ്റ്റർ ഒന്നും കടയില്ല ആ ഫാന് ഇങ്ങോട്ട് വന്ന മുറ്റത്തേക്ക് പിന്നെ എവിടെ ഇടുക? ഇവിടെ ആ മൂലൊക്കെ കൊണ്ട് തൂക്കല് ആ മൂലക്കൊക്കെ അതിലൊക്കെ ഡേഞ്ചറുകൾ കേറും ഡേഞ്ചർ ഓക്കെ പൂച്ച ഗിളേതാ ആ വേറെയിട്ട് വരെ പോയി ഓക്കെ ആരൊക്കെ വരുന്ന അറിയില്ലല്ലോ മരപ്പട്ടിയല്ലേ വരിക കിരിഞ്ഞ് ഇത്രയും കാലില്ലാത്ത ആൾക്കാര് ഇവിടെ എന്താ അല്ലാത്ത ഇവിടെ കഴിച്ച് നമ്മൾ എന്തിനേലും ഒരു സാധനത്തിനെ കൊണ്ടുവന്നാണ്ടല്ലോ ഇതിനെ പിടിച്ചാൽ എവിടെ നിന്നൊക്കെ ആൾക്കാർ മേൽക്ക് മേൽക്ക് ഇവിടുന്ന് ഒന്നും കിട്ടുന്നുണ്ട് മേൽക്ക് ഇത് കേറി എടുക്കാൻ പറ്റൂല അമ്മ ഇന്ന്
ആ ഈ ഇതൊന്നും ഇങ്ങനെ എടുത്താ പോരെ ഇവിടെ നോക്കി എടുത്തോണ്ട് ഈ കുടുങ്ങണൊക്കെ കൊറേ നോക്കി. നേരാവൂലേ ഉറങ്ങണേരം മുമ്പ് ഇപ്പൊ എത്ര സമയം എപ്പഴാ പാല് കൊടുത്തു? ഇപ്പൊ സമയം 9 മണി. ഇത് തെറ്റങ്ങേ ക്ലോക്ക് തെറ്റാണ്, കറങ്ങണില്ല. ഓട്ടോമാറ്റിക് ആണത്. എത്രയായി? 9:20. 9:20. ഇമ്മേ ഉമ്മ കിടക്കുമ്പോ ഒന്ന് പാല് കൊടുക്കുക, പിന്നെ ഞങ്ങൾ കിടക്കുമ്പോൾ ഒരു വട്ടം പാല് കൊടുക്കുക. തിന്നാൻ കിട്ടാതെ കഴിച്ച് അതിനൊന്നും പറ്റില്ല. അതെ, ഇന്നലെ കയറിയിട്ട് ഇന്നലെ കേറിയിട്ട് ചാവാന്നാ തിഞ്ഞി അല്ലേ. സംഭവം സെറ്റായി, പെരുത്തിഷ്ടായി ഗൈസ്. പാൽപ്പൊടി എടുത്ത് വെച്ചളി, കലക്കി കുടിച്ചല്ലേ കേട്ടോ. അപ്പൂന് കൊടുക്കൂട്ടോ. അപ്പൊ ആ ഓലെ അതിന്റെ അടിയിൽ കൂടെ ഇനി പൂച്ചക്കും കൂടി ഉണ്ടാക്കുകയാണല്ലോ. ഈ പശ കളഞ്ഞിട്ടല്ലേ ഇതാക്കും. പക്ഷെ വേറെ ഏതെങ്കിലും കുപ്പിക്ക് മാറ്റിക്ക. അറിയില്ല എപ്പ പിന്നെ അത് കഴുകി വൃത്തിയാവുന്നേ. അത് പെട്ടെന്ന് ഇപ്പൊ തന്നെ വേറെ കുപ്പിക്ക് മാറ്റിച്ചാ മതി. ആക്കി തരി. ആക്കി തരാം. അപ്പൊ ഗൈസ് അങ്ങനെയൊക്കെയാണ് പരിപാടികൾ. നമ്മളെ പുതിയ മെമ്പർ എല്ലാരും കണ്ടില്ല, എല്ലാരും എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാം. പിന്നെ കുറെ ആൾക്കാർ ഗൈസ് കുറെ ആൾക്കാർ പേരൊക്കെ പറയാൻ പറഞ്ഞിനി. നേരത്തെ പറഞ്ഞ എന്താ രാജേട്ടനോ? രാജു, സിനു, കൊറേ ആൾക്കാരുണ്ട് ഗൈസ്. എടുത്തളാ. അതാക്കണ ഗൈസ്, ഓരോരുത്തരുടെ പേര് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് മനസ്സിലായില്ല. ശ്രുതി, ശ്രുതു, സോറി, സുനിത, അമ്മ, രാജേട്ടൻ, ജയരാജൻ. അപ്പൊ ഗൈസ് ഇത്രയും ആൾക്കാർ നമ്മളെ വ്ളോഗ് കണ്ടിട്ട് പോലെ കമന്റില് പേര് പറയാൻ വേണ്ടി പറഞ്ഞു. വേറെ കുറെ ആൾക്കാരൊക്കെ ദുബായിൽ നിന്നൊക്കെ ആൾക്കാർ പറയാൻ പറഞ്ഞു. ഞാൻ പോലെ പേര് മറന്നുപോയി ഗൈസ്. അപ്പൊ എല്ലാവരും ഞങ്ങളെ വീഡിയോസ് കണ്ടുകൊടുക്കണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വ്ളോഗ് ആയിട്ട് കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും ഗൈസ്. അല്ലേ മാമ? എല്ലാവർക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അധികം താലോലിച്ചണ്ടതിനെ കേട്ടോ അല്ലേ? അതെ, ആര് ദാക്കണേ ഋതുവിനെ കണ്ടില്ലേ? അത് ശരി, ഋതുവിനെ കൊണ്ടുവന്നിട്ടില്ല എന്ന് ചോദിച്ചു. അവനങ്ങനെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ എന്നാ എടാ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. നമുക്ക് അടുത്ത വീഡിയോസ് കാണാം. ഓക്കെ, പിന്നെ അസ്സലാമു അലൈക്കും. എന്നാ